Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു റാൻഡം വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് ഓയിൽ ചെയ്തിട്ട്. പണ്ടൊക്കെ എന്നെ ഫ്രണ്ട്സ് എണ്ണത്തോണി എന്ന് പറഞ്ഞ് കളിയാക്കും. കാരണം ആദ്യമൊക്കെ അമ്മയാണല്ലോ മുടിയൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ അമ്മ ഫുൾ എണ്ണ തേച്ചിട്ടാണ് എപ്പോഴും എന്നെ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നും മുടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കളിയാക്കലൊക്കെ കാരണം ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എണ്ണ തേപ്പൊക്കെ കുറഞ്ഞു, മുടിയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് സാധാ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ഞാൻ ഹെയർ ഓയിൽ ചെയ്തു. ഇപ്പം എൻ്റെ ഫേസിൽ ഫുള്ള് പിമ്പിൾസാണ്. എനിക്ക് ഇത്ര അധികം പിമ്പിൾസ് അറ്റ് എ ടൈം വരാറില്ല. കൈൻഡ് ഓഫ് തിങ് ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് മൈ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ. സോ അതിന് ഞാനിപ്പോൾ ചെയ്യുന്നത് അലോവേര ഉണ്ടല്ലോ, ഫ്രഷ് അലോവേര എടുത്തിട്ട് അതിൻ്റെ ജെല്ല് മുഖത്ത് തേക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഇതെനിക്ക് മാമൻ പറഞ്ഞു തന്നതാണ്. പണ്ടൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ എൻ്റെ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ മാർക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അത് നന്നായിട്ട് അലോവേര ചെയ്യുമ്പോൾ എനിക്ക് പോവാറുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ കുറച്ചൊന്ന് അടുക്കളയിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്തതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്താലോ. ഞാനിപ്പോൾ ഡെയിലി ചെയ്യാറൊന്നുമില്ല, പക്ഷെ എന്നാലും പണ്ടത്തെങ്ങാനും കൂടുതലായിട്ടൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്നാലാണല്ലോ എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഫസ്റ്റ് ഒരു ടോണറാണ് ഇട്ടത്. ഇത് ഞാൻ സ്മിറ്റൺ എന്ന് പറയുന്ന ഒരു ആപ്പ് വഴി ട്രയൽ പ്രോഡക്റ്റ്സ് വാങ്ങാനായിട്ട് പറ്റും, അങ്ങനെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ആ ടോണർ. അതിനുശേഷം ഞാൻ സിറം ഉപയോഗിച്ചു. ഇത് പ്ലമ്മിൻ്റെ ആണ് സിറം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് പ്ലമ്മിൻ്റെ തന്നെ ലിപ് ബാമാണ്. യൂഷ്വലി എനിക്ക് എല്ലാ ലിപ് ബാം ഇഷ്ടമാവാറില്ല, സ്മെല്ലൊക്കെ എനിക്ക് അധികം ഇഷ്ടമാവാറില്ല. പക്ഷേ ഇത് നല്ല ലിപ് ബാമാണ് ആൻഡ് ഒരു ടിൻറ്റഡ് ലിപ് ബാമാണ്. ലിപ്പിന് കുറച്ചൊരു റെഡ് ആ ഒരു ഷെയ്ഡ് കിട്ടുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിപ്പോൾ ഈ ലിപ് ബാം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് അണ്ടർ ഐ ക്രീമാണ്. ലൈക്ക് ഇത് റോളർ പോലത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ വയസ്സായി തുടങ്ങിയില്ലേ, കുറച്ച് ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ട്, അതിന് വേണ്ടി യൂസ് ചെയ്തതാണ്. ഐ ടോൾഡ് യു ഞാനത് എല്ലാ ദിവസവും യൂസ് ചെയ്യാറില്ല, ചില ദിവസങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അതിനുശേഷം ഞാനുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ചൊരു ലൈഫ് സ്റ്റൈലൊന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിയാ സീഡിൻ്റെ വെള്ളം ഒന്ന് കുടിച്ച് നോക്കുകയാണ്. ഇത് ഫസ്റ്റ് ടൈം ഞാൻ കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ചിയാ സീഡൊക്കെ അടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാനത് എന്ത് ചെയ്യും, സ്പൂൺ എടുത്ത് ആദ്യം ഒന്ന് സ്റ്റിർ ചെയ്തിട്ടാണ് അവസാനം കുടിക്കുക. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഞാൻ കഴിച്ച് തുടങ്ങിയതിന് ശേഷമാണ് അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്നും കാണുന്നത് കേട്ടോ. ഞാൻ ഓണത്തിന് മൈലാഞ്ചി ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് നടന്നില്ല. അപ്പം ഞാനിത് അമ്മയ്ക്കിട്ട് കൊടുക്കുന്നതാണ്. ഞാൻ ഇടാൻ പോകുമ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്കും വേണമെന്ന്. ഞാൻ അമ്മയ്ക്കിട്ട് കൊടുക്കുന്നതാണ്. സാധാരണ ഇത് നന്നായിട്ട് ഞാൻ ചെയ്യും, പക്ഷേ ഇത് ഡോളർ പോലത്തെ മൈലാഞ്ചി ചെയ്യാൻ പെട്ടെന്ന് കളർ വരുന്നതിന് തെറ്റിയാലും മായ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അടുത്തതായിട്ട് ഒരു വെള്ളക്കടല കൊണ്ടുള്ളൊരു സംഭവമാണ്. അതെനിക്ക് നമ്മൾ പൂരത്തിനൊക്കെ പോകുമ്പോൾ വാങ്ങാൻ കിട്ടുന്ന സംഭവമാണ്. അതെനിക്ക് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ യൂട്യൂബ് നോക്കി ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കി അച്ഛനോട് ആ ചന്ന മസാല എന്ന് പറഞ്ഞിട്ട് ആ സംഭവം അതൊക്കെ വേണമായിരുന്നു. അച്ഛനെ കൊണ്ട് അതൊക്കെ വാങ്ങിപ്പിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എളുപ്പമാണ്, ഒരു ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്കൊക്കെ കൊടുത്തിട്ട് ഇഷ്ടമായി. അടുത്തതായിട്ട് ഞാൻ എൻ്റെ കയ്യിലാണ് കലാവിരുത് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണം, പക്ഷേ ഇതിങ്ങനെ മെൽറ്റായി പോകുന്ന പോലത്തെ സംഭവമായിരുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ ചെറിയൊരു വര വരച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീതി അത് സ്വയം കൂടുന്ന പോലെയായി. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച പോലെയൊന്നും നടന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അവസാനം എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു വെച്ച സംഭവമാണ് കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ ഇടാം. പിന്നെ ഒരു കുഞ്ഞ് ഹാർട്ടൊക്കെ ഞാൻ വരച്ച് വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ഡേറ്റ്. ചെറിയ ഒരു റാൻഡം ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.